അപ്പൊ ഞാൻ അന്നേരം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ ഗൈസ്, ഇത് വാർപ്പിട്ട് കളിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ വാർപ്പിട്ടിട്ട് ലൈവ് തുടങ്ങണോ? ആർപി വാർപ്പിട്ടിട്ട് തുടങ്ങണ അല്ലെ കട്ടായി പോകും. ആണല്ലേ? ഓക്കെ 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 ഓക്കെ, ഞാൻ നോക്കാടാ. ഞാൻ നാളെ തൊട്ട് അങ്ങനെ ചെയ്യാം. നല്ലത്. അപ്പൊ നമുക്ക് കുറച്ച് നേരം ഡിസ്കോ ട്രോൾസ് നോക്കാം. കുറച്ച് ദിവസമായില്ലേ ട്രോൾസ് ഒക്കെ നോക്കിയിട്ട്. ജസ്റ്റ് ട്രൈ ഓൺ വോൾ. ഞാൻ ഡ്രോയിങ് വീഡിയോ കുറച്ചൊന്ന് സ്കിപ്പ് ചെയ്യുവാണ് ഗൈസ്, കുറച്ച് ദിവസത്തേക്ക്. Delivered your revenge on Zeus. My vengeance ends now. I owe you nothing. Zeus, your son has returned. പുള്ളിയാണോ അതിന്റെ മറ്റേത്? പഴയത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്. Zeus, your son has returned. I bring the destruction of Olympus. Athena, you lied to me. The gods lied to me. Athena. കണ്ണാപ്പി സിറ്റുവേഷൻ ബ്രോ, കണ്ണാപ്പി സിറ്റുവേഷൻ ഞാൻ ഓഫ്ലൈനിൽ നോക്കിക്കോളാം ഗൈസ്. സോൾവ് ചെയ്തെന്ന് പറഞ്ഞ സാധനം ഞാൻ വീണ്ടും ലൈവിൽ ഇരുന്ന് കുത്തിപ്പൊക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ സിറ്റുവേഷൻ എന്താ നോക്കിക്കോളാം. ചില്ലാവ് ഗൈസ്. ചന്ദ്രന്റെ വാശിപ്പുറത്തുള്ള ആ സ്പോർട്സ് സ്പിരിറ്റ് അംഗീകരിക്കും. അത് നമുക്ക് കുറച്ച് ഈഗോ ആണ്. അത് നമ്മള് പണ്ട് തൊട്ട് നമ്മൾ അങ്ങനെയാണ്. അതായത് നമുക്ക് അങ്ങനെ ഒരു ശീലം നമുക്ക് ഓൻ ചരിത്രം ആവർത്തിക്കാണല്ലോ. നിങ്ങൾ ഈ RP ഓർക്കുന്നുണ്ടോ? നമ്മള് ലേലം വിളിക്കുന്ന സമയത്ത് എമൗണ്ട് കേട്ട് കറക്റ്റ് ടൈമിങ്ങിൽ ഒരാൾ കുഴഞ്ഞു വീഴും. അത് ഓർക്കുന്നുണ്ടോ നിങ്ങള്? RP എന്റെ അമ്മോ, അതൊക്കെ എന്ത് സാധനമായിരുന്നല്ലേ അന്നൊക്കെ. അത് കറക്റ്റ് അങ്ങനെ നടക്കുമായിരുന്നു. പണ്ട് നമ്മള് പ്രോഫിറ്റ് പോയി കളിക്കാറില്ല അണ്ണാ. എനിക്ക് ഒറ്റ മതി, എനിക്ക് ലാഭം വേണ്ട, അതെന്റെ ഇമോഷൻ ആണ്. നമ്മള് പണ്ടിൽ ലാഭം നോക്കി എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടോ ഈ സിറ്റിയില്? ഇല്ല അണ്ണാ. ചന്ദ്ര ബാബു വരുന്നുണ്ട്. ബാബു വിഷയല്ലേ? നമുക്ക് ഗ്രൈൻഡിങ് ടാർഗറ്റ് കൊടുക്കുന്നുണ്ട് ഓൾറെഡി ഗൈസ്. നമുക്ക് ഇനി ഇതെടുത്തേ പറ്റത്തുള്ളൂ. നമുക്ക് എന്താ പറയാ, അണ്ണാ അവൻ വീഡിയോ പ്രൈവറ്റ് ആക്കി. ആര്? മറ്റേ ഫിലിപ്പീൻസുകാരെ. ആണാ? വീഡിയോ പ്രൈവറ്റ് ആക്കി. തള്ളക്കൊക്കെ വിളിച്ചു ഫിലിപ്പീൻസിലല്ലോ, മനസ്സിലായ? മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവന്റെ ഭാഷയിലോട്ട് നോക്കിയപ്പോ വിവിധ തരത്തിലുള്ള തള്ളക്കി വിളി. എന്റെ അമ്മോ. Beware of the dog. I ain't even gon' get mad. I'm young, black and rich. She tryna sell me lies, bitch. എടാ, ഇങ്ങനെ ഒരു ബോർഡ് എന്റെ വീട്ടിൽ വെക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വീരുവിനെ മേടിച്ച സമയത്ത്. ഇപ്പൊ അങ്ങനെ ഒരു ബോർഡ് വെച്ചാൽ നാട്ടിൽ വരുന്നവര് തന്നെ എന്നെ അടിക്കൂലേ? അപ്പോഴേ ആ ബോർഡ് ഊരിന്റെ തലക്ക് അടിക്കും. പിന്നെ അല്ലാതെ അവനെ കണ്ടിട്ട് അവനെ കണ്ടു കഴിഞ്ഞാൽ പേടിയൊക്കെ വരും. നിങ്ങൾ അകത്ത് കയറണോ, അവന്റെ അടുത്ത് സംസാരിക്കണോ, ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് നോക്ക്. അങ്ങനെ ഒരു സാധനം. മന്ദാരം മാസ് ഡയലോഗ് ഈ RP വിഷയമെന്ന് അണ്ണൻ ഇപ്പൊ എടുത്ത് TV മെമ്പേഴ്സ് ഒക്കെ വിഷയമാണ്. കുറെ പ്ലേയേഴ്സ് ഒക്കെ PvP ആയിട്ട് എടുത്തിട്ടും ബട്ട് ദേ ആർ എന്റർടൈനിങ് ആസ് വെരി ഡിഫറെന്റ് കൈൻഡ് ഓഫ് RP. ഇപ്പൊ ലേറ്റ് നൈറ്റ് RP ഒക്കെ വിഷയമാണ്. ഇപ്പൊ അണ്ണൻ ലീവ് ആയാലും ദേ ഡസൻ മേക്ക് അസ് ബോർ, ദേ ആർ കീപ് എന്റർടൈനിങ് അസ്. താങ്ക് യു അണ്ണ. ആൻഡ് ഫോർ ലൈവ് ഓഡിയൻസ് പ്ലീസ് ട്രൈ ടു വാച്ച് അതർ TV members live also. Don't spam Eagle Bro live undo. In their mind they feel bad also. They will spoil their mood to do RP. Enjoy every RP they create and do support them. മന്ദാരവേ കർഷകത്ത് വേറിട്ട് പോയേട്ടാ. ആ സാധനമാണ് കേട്ടാ. സെക്കൻഡ് മന്ദാരത്തിന്റെ
ഞാൻ പറഞ്ഞത് കാര്യം കേട്ടാ. ചൂട് നിൽക്കുന്നോക്ക് ഇത് ചൂടല്ലേ? അതാണ്. പക്ഷെ നീ ഉണ്ട് കേട്ടാ. മോനെ ഇവളെ ഇറക്കണേ ഒന്ന് കൈമന്ന്. ഇറക്കടാ. എന്നോട് പറയണ നിന്റെ എന്റെ അനിയനാണ് ഇവൻ. ആ കണ്ടായി മിയാ മേരി കുര്യൻ ഒരിക്കലും ഒന്നിക്കാൻ അവള് പോയി. എന്താണ് ഡയലോഗ് പറയാനുള്ള സമയം തന്നില്ലല്ലോ നിങ്ങള്. അയ്യേ പൊറയോട് നക്കിക്കൊണ്ട് ഓടുന്ന നോക്കാവേ നാണോ ഇല്ലാത്തവൻ. മിയാ മേരി കുര്യൻ ഒരിക്കലും ഒന്നിക്കാത്തവർ ഒന്നിക്കാത്തവർ നല്ലത്. പക്ഷെ എന്ത് പറ്റണം മന്ദാരത്തിന്? മിയെ നിന്നെ ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ബസ്സിന് കല്ലെറിഞ്ഞ് പോസ്റ്റർ ഒട്ടിച്ച് നടക്കുന്ന ഒരുപാട് പിള്ളേരുണ്ട് കേരളത്തില്. പക്ഷെങ്കില് കയ്യിൽ ഒറ്റ പൈസ കാണത്തില്ല. പക്ഷെ അവരൊരിക്കലും ചതിക്കത്തില്ല. അവര് പറയട്ടെ അവരാഗ്രഹിച്ചാത്ത നടക്കാത്ത ഒന്നുമില്ല. മനസ്സിലായ? നിനക്ക് മംഗലശ്ശേരിയിലെ പിള്ളേരെ അറിഞ്ഞൂടാ. മനസ്സിലാടി? ഈ മല ഈ ചില്ലാട് വിട്ട് ഇറങ്ങുമ്പോ നീ എന്റെ മനസ്സിൽ വേറൊരു ഓർമ്മ കേട്ടാ. ചതിച്ചി കേരളത്തിലെ പിള്ളേരെ അറിയത്തില്ല പറഞ്ഞില്ല. അതല്ല പറഞ്ഞ മംഗലശ്ശേരിയിലെ പിള്ളേരെ അറിഞ്ഞൂടാ. കേരളം പറയണോ? അല്ലെങ്കിൽ രസമില്ല. എന്റെ ഈ തത്സമന്റെ അച്ഛൻ കാണെങ്കിൽ നാളെ 500 ഉറുപ്പ എനക്ക് തരും. പാർട്ടിന്റെ പാട്ടിട്ടുണ്ട്. പുള്ളിക്ക് പ്രൊമോഷൻ നാളെ ഇത് സ്റ്റാറ്റസ് ആക്കി ആലോചിക്കോ മന്ദാരത്തിന് ആർമിയൊക്കെ പ്ലേ ചെയ്തിട്ട് അച്ഛൻ സ്റ്റോറി ഇടുന്നത് മൈ പ്രൗഡ് ഓഫ് യു സൺ എന്നൊക്കെ പറഞ്ഞ എന്തൊക്കെ ഐറ്റം. എന്റെ മോനെ അവൻ ഇപ്പോഴും ആ ഒരു ഇതുണ്ടെന്ന്. അതെ അവന്റെ തോർത്തെളുപ്പ് കണ്ടില്ലേ? ഇപ്പൊ രണ്ട് ഡയലോഗ് എടുത്തിട്ട് വരുന്ന സ്ഥിരം ആർമിയിലുണ്ടല്ലേ? ഓ ആ പി സി എടുത്തോണ്ട് വരണം. അതിരിയാണോ വെച്ചാ മുതലാവൂല. ഒരു വയസ്സായ ആള്. എന്റെ അമ്മു കട്ടിങ്സ് ഒക്കെ കണ്ടോ? ഞാൻ എന്റെ കൈയോട് നോക്കിയപ്പോ ഉണങ്ങിയ കമ്പിരിക്കുന്നത് പോലെ ഉണ്ട്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തിനാണ് അക്ബർ എന്റെ പുറകെ നടക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ തുടരുത്. ഒരു ആക്സിഡന്റ് കഴിഞ്ഞിട്ട് പുള്ളി റിക്കവർ ആയി വന്ന ഒരു കംബാക്ക് ഉണ്ടല്ലോ. ഇതുപോലൊരു കംബാക്ക് ഞാൻ വേറെ ഒരാൾ ആ ആക്സിഡന്റ് പുള്ളിയുടെ മുഖവും അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് പേടിയായി പോയി സത്യം പറഞ്ഞ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ റിക്കവർ ആയി വന്ന് ഇപ്പോഴും ചെയ്യണ കണ്ട എന്റെ അമ്മോ കിടിലോ അല്ലേ? എന്ത് രസം, എന്ത് പെർഫെക്ഷനാ പുള്ളി ചെയ്യുന്ന ഓരോ സൗണ്ട്സും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ എന്ത് കിടിലോന്ന് അറിയാം. എന്താ നീ ചേട്ടാ അങ്ങനെയൊക്കെ പറയണത്? ഞാൻ ഒന്ന് പോടാവുന്ന ഒരു കാര്യമില്ലാതെ വർത്താനം ഒന്നും പറയില്ലേ ഞാൻ ചേട്ടാ. നിങ്ങൾ പറഞ്ഞോളൂ, ഒരു പ്രശ്നമില്ല. സുപ്രഭാതം ബിഗ് ബോസ്. ഹലോ നിവിൻ, നിവിൻ എന്താണ് പറയാനുള്ളത്? ഇത്രയും ദിവസം ഇവിടെ നിന്ന ശേഷം എന്താണ് ഇതിനെ കുറിച്ചുള്ളൊരു അഭിപ്രായം പറഞ്ഞാൽ എന്താണ്? ഇവരെല്ലാവരും പല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ലാലേട്ട. എല്ലാരും കളിച്ചത് കാട് മാത്രമല്ല, ഈ ആർട്ടിഫിഷ്യൽ കുളസ് ഉണ്ടല്ലോ, ഇരുന്നാലും കരയും കടന്നാലും കരയും, കരഞ്ഞോണ്ടേ ഇരിക്കുക. കരയാൻ വേണ്ടിയിട്ടാണ് ഇത് ബിഗ് ബോസിലേക്ക് വന്നിട്ടുള്ളത്. ഇത് കളിക്കാനുള്ള സ്ഥലമല്ലേ? മാത്രമല്ല പെരുന്നാളിന് അറക്കാൻ വെച്ചിരിക്കുന്ന ഒരു ബലിമൃഗമാവാൻ എനിക്ക് മനസ്സില്ല ലാലേട്ട. എല്ലാ പ്രേക്ഷകരും പറയുന്ന ഒരു കാര്യമുണ്ട്, സാബുമാനെ കാണാനില്ല. ആ ലാലേട്ടാ ഒരുപാട് എല്ലാവരും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് ലാലേട്ടാ. ക്യാപ്റ്റൻ ആയ ശേഷം കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടിയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഹലോ ആര്യൻ, എനിക്കൊന്നും
എനിക്കൊന്നും അറിയില്ല ചേട്ടാ, ഒന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാലോ ചേട്ടാ, അണ്ടിയാണോ മാങ്ങയാണോ ആദ്യം ഉണ്ടായിരുന്നു എനിക്കിപ്പോ ഒരു ക്ലാരിറ്റി ഉണ്ടായിട്ടില്ല ചേട്ടാ. അപ്പൊ ആണെങ്കിൽ എപ്പോഴും പറയല ചേട്ടാ, എല്ലാവരും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാതെ ചേട്ടാ. ഷാനവാസ്, ഇപ്പൊ കളിയൊക്കെ മനസ്സിലായോ നിങ്ങൾക്ക്? സീക്രട്ട് ടാസ്ക് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല മോനെ, ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയും. ഇയാൾ എന്താണിത്? എന്ത് നിങ്ങൾ ഇവിടത്തെ ബിഗ് ബോസിൽ ആരെയാ സപ്പോർട്ട് ചെയ്യണേ? അക്ബർ 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 അല്ല അക്ബർ. അതാരത് പറഞ്ഞത്? ഷാനവാസ്, എന്താണിത്? ഇത്രയും നാള് കൂടെ നടന്നിട്ട് ഇവരുടെ പേര് പോലും അറിയാത്ത. ഇല്ല, ഞാൻ കാണാറില്ല ഇവിടത്തെ, സീരിയസ് ആയിട്ട് ഞാൻ കാണാറില്ല. എനിക്ക് അറിഞ്ഞൂടാ. അനീഷ് നൂറയാണ് വിഷയം. നൂറയോ? മറ്റേ ലെസ്ബിയൻ കപ്പിൾസ് അല്ലേ? കാണാറില്ല കൂടുതൽ ആൾക്കാർ. ഞാൻ ഇവിടത്തെ എപ്പിസോഡായിട്ട് കാണാറില്ല കേസ്. ഇങ്ങനത്തെ കട്ട്സ് വരുമ്പോ മാത്രമേ ഞാൻ കാണാറുള്ളൂ. ഞാൻ കാണാറില്ല. എനിക്ക് ഇവിടത്തെ ഒരു സുഖം തോന്നിയില്ല ഇവിടത്തെ ബിഗ് ബോസ്. ശ്രീമതി സുഗതകുമാരിയുടെ എടാ, ഈ പിള്ളേര് വളർന്നു വരുന്ന സമയത്ത് ഈ സംസാരിച്ച് തുടങ്ങുന്ന സമയം ഭയങ്കര രസമാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ആ ഒരു ടൈം ഭയങ്കര രസമാണ്. ഇവരുടെ സംസാരം കേൾക്കാനും ഇതാക്കാനും അതൊരു പ്രത്യേക ടൈമാണ്. അയ്യോ, ഇവിടെ കൊറേ പേര് പറയണടാ ഇത് മറ്റേ സോംബി പടം എന്തോ ആണെന്ന്. അത് സത്യമാണോ? ആട് സോംബി ആണെന്നാ പറയണേ. എനിക്കറിഞ്ഞൂടെ ദൈവം, അങ്ങനൊന്നും കൊണ്ടുവന്ന് നശിപ്പിക്കായിരുന്നാ മതിയായിരുന്നല്ലേ. നല്ലൊരു ടൈം ട്രാവല് സോംബി എന്താണെന്ന് പറയണ ആണ്. ചാൻസ് ഉണ്ട്. ആണോ? എനിക്ക് 1 ഉം 2 ഇഷ്ടമാ സത്യം പറയാലോ. ഇത് അടുത്തത് ഇറങ്ങി ശോകം ഇരുന്നാ മതിയായിരുന്നു. ഞാൻ ബോംബെ പോയി. ബോംബെയില് പാചകം തന്നെ. അവിടെ പാചകം വീട്ടില ഹോട്ടലില? അവിടെ നമ്മുടെ ഷാരൂഖ് ഖാനില് പുള്ളിക്കാരന്റെ വീട്ടിലെ പാചകം എനിക്കായിരുന്നു. സിനിമ നടൻ ഷാരൂഖ് ഖാന്റെ വീട്ടിലാ? എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പുള്ളി എപ്പോഴും ഇങ്ങനെ പറയും, സുകുമാരാ മീൻകറി ഭയങ്കര. പിന്നെ അവിടെ നിന്ന് ഞാൻ പിന്നെ മാറി. സംഭവം പുള്ളി പറയണം മനസ്സിലാവൂല. അവന്റെ അടുത്ത് ദേഷ്യപ്പെടണ്ടായിരുന്നു. ആള് 2-3 ദിവസമായിട്ട് അത്ര നോർമലല്ല. ഇതിന്റെ റീമേക്ക് ആണോ? അയ്യപ്പനും കോശിയും. ഇത് റീമേക്ക് ആണോ കഴിച്ചത്? അയ്യോ, എനിക്ക് കമ്പയർ പോലും ചെയ്യാൻ പറ്റണില്ല കേട്ടാ. ഇതെന്ത്? നോക്കടാ, എന്ത് ഒരു ജസ്റ്റ് ഒരു പ്രൈവറ്റ് ബസ്സിനകത്ത് ഇറങ്ങി വരുന്ന സീൻ തന്നെ എന്ത് സാധനമല്ലേ. ഇതെന്ത് ക്യാരക്ടർ ആയിരുന്നല്ലേ. എന്ത് സാധനടാ ഇത്. എനിക്ക് എന്റെ 1 ഓഫ് ദ ഫേവറേറ്റ് മൂവിയാണ് ഗൈസ് അയ്യപ്പനും. കിടിലം പടമാണ്, പറയാതിരിക്കാൻ വയ്യ. എന്ത് രസമാണെന്ന് അറിയാം. അതിനകത്ത് കുറെ
മറ്റേ ഇതുണ്ടല്ലോ കുറെ അതിനകത്ത് ഒരു ഡയലോഗ് പറയാലോ, എന്തോ സെക്ഷൻ 360ക്ക് മുകളിലാണ് ആ ഒരു താഴെയാണ്. അതൊക്കെ എന്ത് സാധനമല്ലേ അതൊക്കെ. അതെ, ആ കാറ് കിടക്കുന്നില്ലേ, അവിടെ അങ്ങോട്ട് നിർത്തിക്കും. ചവിട്ട് 23 നമ്പർ. ശരി, ഇതാ വിട്ടോ. അല്ല സാറേ, അപ്പൊ കാശ് പോലീസുകാരനോടാണോ നീ കാശ് ചോദിക്കുന്നത്? എന്താ പോലീസുകാരൻ കയറി പെട്രോൾ ചെയ്യാറാവില്ലേ? മര്യാദക്ക് കാശ് എന്നിട്ട് പോണം. ഓതറി എന്റെ അടുത്ത് നടക്കത്തില്ല. നോക്കണ്ട, തലയിൽ തൊപ്പി വെച്ച അങ്ങനെയാ. തല വെച്ചിട്ട് തിരിച്ചറിഞ്ഞ കൊടുക്കുക. നോക്കണ്ട, തലയിൽ തൊപ്പി വെച്ച അങ്ങനെയാ. വിഷയം വീഡിയോ വിഷയം അത് കൊള്ളാം, അത് കൊള്ളാം. Oh, what is this? This is a Hayabusa made by fully gold. How much it is? 700,000 dirhams. Oh my God. 700,000 dirhams. എത്ര രൂപയാടാ അത്? ഓടിക്കാൻ പറ്റുമോ? Are these bolts in gold? Yes. I think. എടാ, ഇതും കൊണ്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞ ഇതും കൊണ്ട് എടുത്ത റോഡിൽ ഇറങ്ങാൻ കണ്ട ഞാനൊരു ടിപ്പർ വാടകയ്ക്ക് എടുത്ത് സൈഡ് വരച്ചോണ്ട് പോയിട്ട് ആ സ്വർണം വിറ്റ് ജീവിക്കൂലേ? പിന്നെ ഒരു ബോൾട്ട് മതി, ഞാൻ കാണിച്ച ബോൾട്ട് മതി. These are all fake diamonds. What? ടിപ്പറിന്റെ വാടകയ്ക്ക് എടുത്താൽ പോലും ലാഭമാണ്. It's a real Swarovski diamond. Oh, this bike is so big! Because it has a standing chassis and it's one of one in the world. This is a gold leaf and the paint costing 56,000 dirhams. Bro, the tire size is bigger than a Bugatti. Father, the tire size is 360. I'm sure it's just a showpiece, huh? What? It has a power add. It's by turbo and tune. It's a 400 horsepower. This paint it's made by Mr. Dani, top 10 in the world. This is a crazy Hayabusa I have ever seen in my entire life. I would say this is the king of Hayabusa. Yes. What do you think? അടുത്തോടെ ദുബായ് പോകുമ്പോൾ മേടിക്കാം. എത്ര? 1 കോടിയോ? 1 കോടി രൂപ ഉള്ളോടാ. 700,000 തരുമെന്നല്ലോ പറഞ്ഞേ. ആ, 700,000. എനിക്ക് തോന്നുന്നില്ല 1 കോടി രൂപയ്ക്ക് ഈ സാധനം കിട്ടുമെന്ന്. 1 കോടി രൂപ നമ്മള് 700K ഞാൻ നോക്കിയത്. 16 കോടി. ആ, അത്രയെങ്കിലും മിനിമം വരും. അത്രയെങ്കിലും വരും. അണ്ണാണി മോഡൽ അനിൽ മോഡലോട്ട് അനിൽ മോഡ്, അണ്ണാണി മോഡ് എന്തൊക്കെയല്ലേ. Why is this random NPC looking at me like that? ഇത് ഏത് ഗെയിമാണ് ഇത്? സൈബർ പങ്ക്. അത് ആന്ന് തോന്നുന്നത്. Why? Or else you'll cut it off. Not my style. He might. Why the mask? It's out of my face. That's cool. When he takes over. He'll know you. എന്താടാ? ചുമ്മാ I must do that dead without my money. I need my money. We need Makarov. Where is he? ഇത് ഏത് സ്റ്റോറി മോഡാടാ? ഇത് കോൾ ഓഫ് ഡ്യൂട്ടിയുടെ ഏതാ ഇത്? ഇത് മോഡേൺ വാർഫെയർ, മോഡേൺ വാർഫെയർ പണ്ടത്തെ മോഡൽ. ഇതെങ്ങനെയുണ്ടെന്ന് പറയാമോ? കുബേരനാഥ് പറ്റിയ പയ്യൻ, നേർച്ചയ്ക്ക് കൊണ്ടുവന്ന പയ്യൻ. ആ വീഡിയോ എന്ത് റീച്ച് ആയെന്നറിയോ ഗൈസ്? ആ സാധനം
അധികം നോക്കിയപ്പോ എത്രാണ്ട് മില്യൺ എന്തോ ആ വീഡിയോ. 680K ആൾക്കാർ ലൈക്ക് അടിച്ചേക്കണം ആ വീഡിയോക്ക് മാത്രം. ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന വാരോളി കണ്ണെനക്ക് പൂവരശ് പൂത്ത കണക്കനെ അഞ്ചുന്ന ചേലനക്ക് നട നട അന്ന നട കണ്ടത്തെ. അടിപൊളി. താങ്ക് യു ഹരിക്കൊമ്പന്നെ. താങ്ക് യു. ഈ ബ്രോ കാണാതെ പോവല്ലേ? ഇന്ന് പുള്ളിക്കാരന്റെ പെണ്ണുണ്ടായിരുന്നു. എന്റെ സ്വന്തം ക്ലാസ്മേറ്റ് ആണ്. ഒരു കുട്ടിക്കും അറിയില്ല ഇതാണ് നമ്മുടെ റിവീലിംഗ് സംഭവം. എനിക്കറിയില്ല. എന്തായാലും കുളമായാലും എന്തായാലും ചേട്ടൻ സഹിക്കണം. ഓക്കെ, ഒന്നും പറഞ്ഞില്ല. ഓക്കെ. காதல் ஒரு நாள் உங்களையும் வந்தடையும். அதை அள்ளி அணைத்துக் கொள்ளும், அன்பாக பார்த்துக் கொள்ளும். ഈ ഫ്രെയിം നോക്കിയ നിങ്ങള് ഇതുണ്ടോ? എന്റെ അമ്മ, മച്ചാനെ കിടിലം, അടിപൊളി. ഒരു മൊബൈൽ വെച്ച് ഇത് പറയാതിരിക്കാൻ വയ്യാട്ടാ. അക്കീത് സ്ട്രീമർ ബ്രോ, ദേവൂട്ടനും ഫാമിലിയും നാട്ടിൽ വരുമ്പോ കാണാം. അക്കീത് സ്ട്രീമർ ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ 2000 and 1000 coins. താങ്ക് യു സോ മച്ച് അക്കീത് സ്ട്രീമർ ബ്രോ, മീൻസ് എ ലോട്ട്. താങ്ക് യു. ഈ പുള്ളിയാണ് അന്ന് മറ്റേ നമ്മള് റിയാക്ട് ചെയ്തില്ലായിരുന്നു, മറ്റേ ട്രാൻസ്പോർട്ട് ബസ്സിനകത്തുള്ള ഒരു പ്രേമത്തിന്റെ. ഓക്കെ പുള്ളി അത് ചെയ്തല്ലേ? ഓക്കെ. ഇത് തന്നെയല്ലേ അണ്ണാ? ഈ വീഡിയോസ് ലൈവിലൊന്ന് പാടാമോ? റിക്വസ്റ്റ് ആണ്. ഞാൻ ഇതൊരു ദിവസം പാടി കേൾപ്പിച്ചു ഉറപ്പായിട്ടും. ഇത് ഞാൻ പാടിയിട്ടില്ലേ എന്റെ അകത്ത്? ഉണ്ട്. എന്റെ ഇൻസ്റ്റയിൽ പാടിയിട്ടിട്ടുണ്ട്. ഇൻസ്റ്റയിൽ പാടിയിട്ടിട്ടുണ്ട് ഗൈസ് ഞാൻ ഈ പാട്ട്. ഇത് എവിടം തൊട്ടായിരുന്നു ഞാൻ പാടിയിട്ടത്? ഇതിന്റെ നിന്നിലലിയാൻ മാത്രം ഞാൻ പിറന്നുവെന്നു തോന്നൽ. അതിന്റെ എവിടെയോ തൊട്ട് ഞാൻ പാടിയിട്ടുണ്ടോ ഇൻസ്റ്റാഗ്രാമിൽ? എനിക്ക് മൊത്തത്തിൽ അറിഞ്ഞൂടാ അത് എത്ര. ഞാൻ ഒരു ദിവസം പാടിയിട്ട് പാടാം. എന്റെ സൗണ്ടൊക്കെ അടഞ്ഞിരിക്കുക. ഇപ്പൊ ശരിക്കും പേടിച്ചു. ഹലോ ദൈവം. ഹലോ, നമ്മളാണ്. ഹലോ. പേരെന്താ ദൈവത്തിന്റെ? സോമൻ. ഡാർക്കോ? എന്തൊക്കെയുണ്ട് സോമൻ? ചുമ്മാ പേടിപ്പിക്കാവുന്ന പോട്ടെ. ഞാൻ പേടിപ്പിക്കട്ടെ? അല്ല, എന്തിനാ പേടിക്കുന്നത്? അതെ അല്ല, എന്തിനാ പേടിക്കുന്നത്? ഇത് റെഡ്മാനാണത്. അവൻ വീണ്ടും തിരിച്ചു പൊക്കാൻ അവന്റെ കാര്യം അറിഞ്ഞില്ല അണ്ണാ? ഇല്ലടാ അണ്ണാ, അവനെയാണ് ഇടയ്ക്ക് ഒരു ജ്വല്ലറി പണിക്ക് കയറിയണ്ണ. എന്നിട്ട് ഇപ്പൊ അവനെ പോലീസ് തപ്പിയെടുത്ത്. രംഗണ്ണനായിരുന്നു കുറച്ചുകൾ ബാംഗ്ലൂര്. ഇവ ജ്വല്ലറിയിൽ ലീവ് എന്ന് പറഞ്ഞ ഇറങ്ങിയായിരുന്നു അണ്ണാ. കഴുത്തിൽ കുറച്ച് ആഭരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അണ്ണാ. എന്നിട്ട് ബാംഗ്ലൂര് പോയൊരു ലോഡ്ജിൽ റൂം എടുത്ത രംഗണ്ണൻ എന്ന് പറഞ്ഞ നടന്നു, വെള്ളയിട്ട്. പോലീസ് അടുത്ത ആഴ്ച വന്ന് പിടിച്ചോണ്ട് പോയി. അല്ല, ഞാൻ
ഓത്ത്. ഓ കണാബി ഫാമിലി ഫ്രണ്ട്ലി ആണ് എന്റെ സ്ട്രീം. ഞാൻ ഒരു മോശമൊന്നും പറഞ്ഞില്ല. പോലീസിന് വെള്ള ഒന്ന് സപ്പോർട്ട് ആക്കുക. നമ്മൾ ജർമ്മനിയിൽ കുറച്ച് മലയാളി ചേർന്ന് ചെയ്യുന്ന ഷോർട്ട് ഫിലിം ആണ്. കണ്ടിട്ട് സജഷൻ ഒന്ന് പറയണേ. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അവൾക്ക് വേണ്ടി, പക്ഷേ അവൻ കേട്ടില്ല. അവന്റെ ആത്മശബ്ദതയാണ് എന്റെ ശാപം. അതുകൊണ്ട് ഇനി മുതൽ ഞാൻ അവനോട് സംസാരിക്കാൻ പോവുകയാണ്, പക്ഷേ എന്റെ വഴിയിൽ. എടാ ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ ഗൈസ്, എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കുക. ഇത് പറയല്ലേ, ഈ ബൈബിൾ പുതിയ നിയമം എന്ന് എഴുതിയേക്കുന്നത്, അപ്പൊ പഴയ നിയമം ഉണ്ടോ ശരിക്കും? ഉണ്ടോ? അപ്പൊ അത് തമ്മിൽ എന്താ വ്യത്യാസം? അത് ഡീസൈഫർ ചെയ്ത് പുതിയ എന്തൊക്കെയോ വരും, വേർഷൻസ് പോലെ എന്തോ ചെയ്യുന്നുണ്ട് അവര്. ആണോ? അപ്പൊ ഈ ബൈബിള് ശരിക്കും അല്ലാതെ എനിക്ക് അങ്ങനെ ചോദിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് ഞാൻ പറയണത്, ബൈബിള് ശരിക്കും ആരാ എഴുതിയത്? ജീസസിന്റെ ഫോളോവേഴ്സ് അല്ലേ? ആണോ? അതെ, ഓരോ ഇതും ഓരോ ആൾക്കാരാ. ബിഫോർ ക്രൈസ്റ്റും ആഫ്റ്റർ ക്രൈസ്റ്റും ആണ്. ആ ഓക്കെ 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 മനസ്സിലായി. പകലിനെ സ്നേഹാന്ധമാ ഇതൊക്കെ എന്താ? എവിടുന്നാടാ അടിച്ചു കയറ്റിയത്? ഔട്ട്സൈഡ് ബോക്സ് ഇത് നോക്ക്. അടിച്ചു കയറ്റി. എടാ ഈ ജേഴ്സി ഊരിയ എന്തോ ഇതില്ലേടാ? യെല്ലോ കാർഡ് കിട്ടും. ആദ്യം ജേഴ്സി അത് ഉള്ളില് സെയിം കളർ ടീഷർട്ടും കണ്ടുപോണം, അങ്ങനെ എന്തോ റൂൾ. ഇല്ല ടീഷർട്ട് ഉണ്ടായിട്ട് കാര്യമില്ല. എല്ലാ ലീഗിലും ജേഴ്സി ഊരിയ യെല്ലോ കാർഡ് കിട്ടുവോ? എല്ലാവരും കിട്ടും. റൂളിനെതിരാ. 40 വയസ്സിലെ സത്യം. ഞാൻ ആരുടെ ഫാൻ ഒന്നുമല്ല, എന്നാലും ഒരു ഇത് പറയണ കാര്യം നിങ്ങൾ 40 വയസ്സിലൊക്കെ ഈ ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് ഒരു സ്റ്റേഡിയത്തിന്റെ അങ്ങേ തട്ടുന്നോട്ട് ഇങ്ങേ അറ്റം വരെ ഇങ്ങനെ ഓടി നിക്കണമെങ്കിലേ അത് 40ാമത്തെ വയസ്സിൽ നമ്മളൊക്കെ ഇങ്ങനെ കുനിഞ്ഞു പോവും. കൊളസ്ട്രോൾ ഒക്കെ വന്ന് കാലിന്റെ അടിയിൽ വേദനയൊക്കെ എടുത്ത് ഷേയൊക്കെ പിടിച്ച് അങ്ങനെ ഇരിക്കും. മനസ്സിലായ? എന്റെ അമ്മ. മെസ്സിക്കാണോ പ്രായം കൂടുതൽ, റൊണാൾഡോക്കാണോ പ്രായം കൂടുതൽ? റൊണാൾഡോക്കാണോ? 2 വയസ്സ് മൂത്ത. 38-40 ഗേൾസ് വിത്ത് സ്നാപ്ചാറ്റ്. മുപ്പത്തെട്ട് വയസ്സ് ഉള്ള നമ്മുടെ ചെക്കനുണ്ടെന്ന്. അതാരാ? മെസ്സിനെ പറയണേ. മെസ്സി. ഓക്കെ. എടാ നെയ്മർ ഇപ്പൊ കളിക്കുന്നില്ലേടാ? ഇഞ്ചുറി. ഓക്കെ. എനിക്ക് സ്നാപ്പ് ഇല്ലടാ, ഞാൻ സ്നാപ്ചാറ്റ് യൂസ് ചെയ്യാറില്ല. നിങ്ങൾക്ക് ഇതില് ഫോളോവേഴ്സ് ആണോ ഈ സ്നാപ്പില്? അറിഞ്ഞൂടാ. പോയിന്റ് ഉണ്ട് അതിലൊരു പ്രൊഫൈൽ ചെയ്യാൻ പറ്റും നമുക്ക്. ഐഷോ സ്പീഡ് ഉണ്ടായിരുന്നു. ഓ ഐഷോ സ്പീഡ് ഉണ്ടായിരുന്ന കളിയാണോ ഇത്? ഐഷോ സ്പീഡിനെ കൊണ്ട് മറ്റേ ചെണ്ടൊക്കെ കൊട്ടിച്ച് കളി. എനിക്കും ഇല്ല. അല്ല സ്നാപ്പിൽ എന്താ ഫോളോവേഴ്സ് ആണോ അതോ? അതായത് നമ്മള് റിയൽ ടൈം എവിടെ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ സ്നാപ്പ് അയച്ചുകൊണ്ടിരിക്കും, അതിനനുസരിച്ച് സ്ട്രീക്ക് കയറും. പിന്നെ അത് പബ്ലിക്കിലാക്കി ഒരു ഫോളോവേഴ്സ് സബ്സ്ക്രിപ്ഷൻ ടൈപ്പ് ഒക്കെ ചെയ്യാൻ പറ്റും. റീൽസ് ഉണ്ടല്ലേ പണ്ട്. से मिलो, ये वो रूम है उन पे गए, ये रोजी है
मुझ पे गया है और ये जैक्सन है। ये जैक्सन किस पे गया? मैडम यस जी थैंक्स। എന്തൊക്കെ സാധനങ്ങളാണ് ഇറക്കി വിടണ, ഇതൊക്കെ ആരിടണം ഇതൊക്കെ. ഹിന്ദി സിനിമയല്ലത്. കണ്ണൻ വാണം ഇടുന്നത് നമ്മള് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. അതാ ദീപാവലി ആവുമ്പോ ഇങ്ങനെ കുറച്ചു പേര് ഇറങ്ങും. കണ്ണന് വാണം ഇടാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. കണ്ണന്റെ വാണം പോകാൻ സമയം എടുക്കുന്നു. കണ്ണന്റെ വാണം ചീറ്റി പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതൊന്നും പൊങ്ങിയത് പോലും ഇല്ലടാ. എന്തൊക്കെ കണ്ണന്റെ വാണം ഞാൻ എന്തിനാണ് ഗിത്താറിന് പൈസ കളഞ്ഞേ? ലാസ്റ്റ് ഓഫ് ഇങ്ങനെ അല്ല ഇത് 2 അത് പാർട്ട് 2. അല്ല ഇതിൽ യഥാർത്ഥത്തിൽ ഗിത്താർ ഇതുണ്ടോ? നമ്മള് കംപ്ലീറ്റ് ചെയ്തല്ലേ? ഈ കൺട്രോളർ വേണം. ഞാൻ കളിച്ചു തീർന്നപ്പോ ഇങ്ങനെ ഒരു പോഷൻ ഇല്ലായിരുന്നല്ലോ. കംപ്ലീറ്റ് ചെയ്തതാണിത് ആക്ച്വലി. പിന്നെ പുതിയ DLC അത് മനസ്സിലാവും. അത് പ്രത്യേകിച്ചൊന്നുമില്ല, അത് സെലക്ട് ചെയ്തിട്ട് എന്താ മോനെ ചെറുപ്പത്തിൽ എന്നെ പഠിപ്പിച്ചത് ഓർമ്മണ്ട? ഇല്ല പഠിക്കാൻ നിങ്ങളുടെ ആശാവിസേ സ്റ്റോറി ഇടണ്ട. കമ്പാരിസൺ ഇതില്ല അപ്പുറത്തെ വീട്ടിലെ ചെറുക്കനെ വെച്ച് കമ്പയർ ചെയ്യണ ഒരു പരിപാടി ഉണ്ടല്ലോ. ഇതൊന്ന് വായിച്ചോടാ. മലയാളം അയ്യോ സത്യം. Aslan Qureshi on the run. ആ പയ്യന്റെ യഥാർത്ഥ പേരാണോ അത്? എബ്രഹാം ഖുറേഷിയോ? എന്താ പേര് പറഞ്ഞേ? Aslan Qureshi. ആർഷാൻ ഖുറേഷി. നിങ്ങളുടെ ലൈഫിൽ വളരെ അൺഎക്സ്പെക്ടഡ് കടന്നു നിങ്ങളുടെ എല്ലാമായി മാറി ദൂരെ നിന്നവൻ ഞാൻ ദൂതായി വന്നവൾ വാക്കാൽ പെയ്ത മോഹമേ കാലം കാത്തു നിന്നെ തിരയാൻ വന്നതല്ലേ ഇന്നീ സ്വപ്നഭൂമിയിൽ ഒരു നാനാവോണമാശിച്ച വിരലുകൾ പനിനീർ പൂച്ചൂടി നിൽക്കുന്നു വിരലുകൾ പിറന്നു വീണു ഞാനി മണ്ണിലായി നിനക്കു മാത്രമായി. പല ബോളിവുഡ് സോങ്സും നമ്മൾ കേൾക്കാൻ തുടങ്ങിയത് ഈ പാട്ടൊക്കെ ഇറങ്ങിയതിനു ശേഷം ആയിരിക്കണം. What if this song had the Malayalam version? നോക്കി വെക്കാം. നിന്റെ ഹൃദയം
താരമായി നീ എന്നിൽ വന്ന തിങ്കള എന്നുകരാവിൽ വന്ന പൊൻതാരമാണോ അതോ ഈരാവിൽ നെഞ്ചും വെണ്ണിലാവാണോ മനമിതു പിടയുവതെന്താണോ നിന്നെ കാണാനോ ഈ മുഖമിതു നിറയും പുഞ്ചിരിയായി തനിയെ അറിയാമോ അയ്യോ ബ്രോ കിടിലം. അടിപൊളി അടിപൊളി അടിപൊളി. നൈസ് നൈസ്. I love you, I love you husband, I love you my husband, I love you my wife and bye baby. Okay baby, I miss you. അതെന്താ എനിക്ക് മനസ്സിലായില്ല. ഈ കൊച്ചിറങ്ങി ചേട്ടാണ് ഞാൻ ഇല്ല ഈ കളിക്ക്. ജനറേഷൻ ഗ്യാപ്പ്. ഇത് ആർട്ടിസ്റ്റ് അത് ഞാൻ അടിയിൽ ശ്രദ്ധിച്ചില്ല കേട്ടാ. അപ്പൊ എല്ലാവരുടെ ഉറക്കം ഇന്ന് ശരിയായില്ലേ? സെറ്റായില്ലേ? നിങ്ങൾക്ക് സമാധാനം ഉറങ്ങാലോ. ഇത് ഞാൻ ഇനി പറഞ്ഞില്ല, ഈ ട്രോമയില് നിങ്ങൾ ഒരു ദിവസം ജീവിക്കണം. ഇതായിരുന്നു നമ്മുടെ അവസാന വീഡിയോ. ഇതായിരുന്നു ഇനി ഒരു വീഡിയോ പ്ലേ ആവില്ല, ഇനി ഒരു വീഡിയോ പ്ലേ ആവില്ല. ഇത് ആലോചിച്ചിരിക്കണത് കേൾക്കാം. ഈ കൊച്ചിറക്കന്റെ ഒക്കെ ചാറ്റ് നീക്കി കാണാ. നല്ല തലവേദന. കിടന്നോ അയ്യോ. ഇന്ന് അറബി കയറാന്നൊക്കെ വിചാരിച്ച വന്നില്ല. ഭീമന്മാരെല്ലാം സിറ്റിക്ക് പുറത്തു വേണം. കുഴപ്പമില്ല. എന്നാലും നേരത്തെ ഒരു ഗെയിം കാണിച്ചില്ല, അതിന്റെ ഒരു ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ട് നോക്കാമോ? എന്താ? കുറച്ചു മുമ്പ് മറ്റേ ഗിത്താർ വായിക്കുന്ന ടൈപ്പ് കണ്ടില്ലേ? ലാസ്റ്റ് ഫസ്റ്റിന്റെ കാര്യം. പീക്ക് മെയിൽ ഹാപ്പിനെസ്. എന്താണോ ലാസ്റ്റ് ഇക്കോണ? അതെന്ത് സാധനം? ലൈവില്ല, ഇവിടുത്തെ ഓഫ് ചെയ്തു. എന്റെ അമ്മ, ഇതേതാ ഗെയിം കഴിച്ചത്? ഊതിയാ മതിയാ. എന്റെ അമ്മോ, ഗോസ്റ്റ് ഓഫ് യു. ഓ, ആ പുതിയ ഇറങ്ങിയല്ലേ PlayStation എക്സ്ക്ലൂസീവ്. അതിന്റെ താഴത്തെ വീഡിയോ കൊണ്ട് റിയാക്ട് ചെയ്യണം. നോക്കാം. എന്റെ അമ്മോ, അത് എന്ത് സാധനം? താഴത്തെ വീഡിയോ എന്താ? നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന കള്ളങ്ങൾ ഈഗിളുടെ ഒന്ന് ലൈവ് ഇട്ടത് കാണരുത്. ഇതെനിക്കറിയാം. ഇത് ഞാൻ കണ്ട സൗണ്ട് ഇങ്ങനെയാണ് എന്നാണ് നമ്മളെ വിശ്വസിപ്പിച്ചിരിക്കുന്നത്. ബട്ട് ശരിക്കുള്ള ഈഗിളുടെ സൗണ്ട് ഇങ്ങനെയാണ്. എന്താണ് നിങ്ങൾക്ക് പ്രശ്നം? സോ ഗൈസ്, അപ്പൊ ഇത്ര ഉള്ള ഇന്നത്തെ ഡിസ്കോ ട്രോൾസ്. ഇന്നത്തെ നമ്മുടെ ഗെയിം കളി നടന്നില്ല, പക്ഷെ ഗോഡ് ഓഫ് വാർ അത് നമ്മൾ